സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒപ്പം മെറി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഇന്നും ഞാൻ നിൽക്കുന്നത് കോന്നിയിലെ അതേ കോളേജിൽ തന്നെയാണ്. സെൻറ്റ് തോമസ് കോളേജ് കോന്നിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇന്ന് തുമ്പയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന ഒരു പരിപാടികളുമില്ല, നമ്മൾ കണ്ടുകൊണ്ടൊന്നും ഒരു പാറ്റേണുമില്ല, ആഘോഷം മാത്രം. പീസ് ആൻഡ് ശാന്തി. കം. ക്ലാസിക്കൽ ഡാൻസ് അതില്ലാതെ എന്താഘോഷം? ഏതൊരു ഫംഗ്ഷനായാലും ആ ഒരു ക്ലാസിക്കൽ ഡാൻസ് വരുമ്പോൾ ഒരു പ്രത്യേക കുളിർമയാണ്. നീതുവിൻ്റെ മനോഹരമായ ഒരു ക്ലാസിക് ഡാൻസാണ് നമ്മൾ കാണാൻ പോകുന്നത്. వయసు జాలమో బలేదురా మరులుగున్న చిన్న దానిరా అనువు బాధ తీర్చరావేరా రావేరా సల 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 రగిలిన పరువపు సొద ఇది తడిబుడి తడిబుడి తపనల స్వరమిది నడయాడు తొలి స్వప్నమో విరహపు వ్యథలను వినవా ఈ తడబడు తనువును కనవా మగువల మనసులు తెలిసి నీ వలపును మరచుట సులువా ఇది కనివిని ఎరుగని మనసుల కలయిక సరసకు పిలిచితి విరసము తగదిగా దిగి బిగి దిగి బిగి సొగసుల మొరవిని నిల నిల మగసిరి వెలుపులు మెరియగరా
ഏതൊരു ഫെസ്റ്റിവലായാലും നമ്മുടെ മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കും. പക്ഷേ നമ്മൾ ഫെസ്റ്റിവൽസ് എടുക്കുമ്പോൾ അതിൻ്റേതായ ഓരോ കീഴ്വഴക്കങ്ങളുണ്ട്. ഇവിടെ യഹൂദിയായിലെ എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ അകമ്പടിയോടെ മനോഹരമായ ഒരു പ്രെയർ സോങ്ങാണ്. അതിൽ ഉണ്ണിയേശു വരുന്നുണ്ട്, ഏഞ്ചൽ വരുന്നുണ്ട്. ആ ഒരു വിഷ്വൽ ബ്യൂട്ടി നമുക്കൊന്ന് ആസ്വദിക്കാം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോട് തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളായിട്ട് ഇവിടുത്തെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലെ കുട്ടികൾ, ഒരു 6 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുട്ടികൾ 6 സ്റ്റോൾ ഇട്ടിട്ടുണ്ട് ഭക്ഷണങ്ങളുടെ. വൈവിധ്യമാർന്ന ഫുഡുകളാണ് അവർ മേക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ സ്റ്റോളൊന്ന് വിസിറ്റ് ചെയ്യാം. ഹായ്, ഹലോ, ഹാപ്പി ക്രിസ്മസ് ഓൾ ഓഫ് യു. എന്താണ് നിങ്ങളുടെ ഈ ഒരു സ്റ്റോൾ? ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് നിങ്ങൾ? ഞങ്ങൾ സെൻറ് തോമസ് കോളേജിലെ തൊളപ്പാറയിലെ BCA സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ് എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ കഫേയുടെ പേര് ഡീബക് കഫേ എന്നാണ്, എല്ലാം കാണാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് വെച്ചാൽ എല്ലാം ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. മഫിൻസ് ഉണ്ട്, ബ്രൗണീസ് ഉണ്ട്, ഇത് ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ബ്രൗണിയാണ്. പപ്സ് ഉണ്ട്, പിന്നെ ഇമ്പോർട്ടഡ് ആയിട്ട് ഒരു സെറ്റ് സാധനമുണ്ട്. അതേതാണ്? അത് ഹോം മെയ്ഡ് വൈൻ. ഓ, വെരി ഗുഡ്. ആരാ ഉണ്ടാക്കിയത്? അത് ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ അമ്മ. കടയുടെ കൂട്ടുകാരൻ്റെ അമ്മ അല്ലല്ല, കടയുടെ അല്ല, കൂട്ടുകാരൻ്റെ അമ്മ. ഓക്കെ. ഒരു ക്രിസ്മസ് കേക്കിൽ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? ക്രിസ്മസ് കേക്കിൽ നമ്മൾ ക്രിസ്മസ് കേക്ക് എന്ന് വെച്ചാൽ പണ്ട് തൊട്ട് പറഞ്ഞു വരുന്ന പ്ലം കേക്ക് ആണ്. സോ അതിനകത്ത് മെയിനായിട്ട് പ്ലം, നല്ല ഓൾഡ് ആയിട്ടുള്ള വൈന്, കാഷ്യൂ, മുന്തിരി അതൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണ്. സുഗന്ധദ്രവ്യങ്ങൾ മസ്റ്റാണ്. യെസ്. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ സാർ ഒരു വൈൻ തരട്ടെ? തന്നോളൂ, കുഴപ്പമില്ല. ഇവിടെ കറങ്ങി വീഴുവേ. അപ്പോൾ ഇവരുണ്ടാക്കിയ ഒരു വൈൻ ക്രിസ്മസുമായിട്ട് ഞാൻ ക്രിസ്മസിൽ ഫസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിയേഴ്സ്. കറങ്ങി വീഴൂടാ ഞാൻ. ഓ, നല്ല വീര്യമുണ്ട് കേട്ടോ. എന്നാൽ ഞാനൊന്ന് പോയിട്ട് തരട്ടെ. ഓക്കെ, ബൈ. അപ്പോൾ അതുകൊണ്ട് അടുത്ത സ്റ്റോളിലോട്ട് വന്നിരിക്കുകയാണ്. ഹായ്, മിസ്സല്ലേ? പേരെന്താ മിസ്സിൻ്റെ? സ്നേഹ. ഹായ്, ഹലോ, മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എന്താണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ ക്രിസ്മസുമായിട്ടുള്ള? ഞങ്ങളുടെ ടീമിൻ്റെ പേര്
എഡിബിൾ എഡ്ജ്. നമുക്കിവിടെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിനുള്ള ഫുഡ് സ്റ്റോളാണ്. നമ്മളിവിടെ ഫുഡ് ഐറ്റംസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കേരള ഐറ്റം ആയിട്ടുള്ള പാൽക്കപ്പയുണ്ട്, ചമ്മന്തിയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട് സാലഡ് ഉണ്ട്, അതുപോലെ കേക്ക്, ദെൻ ലേസ് മസാല, ദെൻ മുഹമ്മദ് ഖാ സർബത്ത്. അപ്പോൾ ഇതൊക്കെ ആരാണ് ഇതൊക്കെ മേക്ക് ചെയ്യുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ. ഇവർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ എന്തായാലും കേക്കും ഉണ്ട് അല്ലേ? വൈൻ മാത്രം, മോമോസ് ഉണ്ട്, ഒരു നോൺ വെജ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ എനിവേ ഓൾ ദ വെരി ബെസ്റ്റ്. ഹായ്, ഹലോ, മെറി ക്രിസ്മസ് ഓൾ ഓഫ് യു ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണ് നിങ്ങൾ? ഓക്കെ, എന്താണ് നിങ്ങളുടെ പവലിയൻ്റെ പേര്, നിങ്ങളുടെ ഈ സ്റ്റോളിൻ്റെ പേര്? സാന്റാസ് കിച്ചൺ. അതിൽ ഏറ്റവും രസം താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ജഗദീഷ് ചേട്ടൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ, എന്തൊക്കെയാണ്? സോ ഞങ്ങൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കുറേ ഡിഷസ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ചിക്കൻ സ്റ്റൂ, റാപ്പ്, അപ്പം, ബ്രെഡ്, കേക്ക്, ഡൈനാമിക് ബോൾസ്, വൈൻ, ലേസ് മിക്സ്, ബർഗർ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മേക്ക് ചെയ്ത സാധനം ഏതാണ്? ഞാൻ മേക്ക് ചെയ്തത് ചോക്കോ ഡൈനാമിക് ബോൾസ്. ആ, ഓക്കെ. വേറെ ഇതൊക്കെ ബർഗറൊക്കെ ആരുണ്ടാക്കി? നിങ്ങൾ പേരെന്താണ് ഉണ്ടാക്കിയത്? എനിവേ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഹായ്, ഹലോ, മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? സൈക്കോളജി. ഓക്കെ, എന്താ നിങ്ങളുടെ ഈ സ്റ്റോളിൻ്റെ പേരില്ലേ, എന്താണ്? ഓക്കെ, എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ പറയൂ. വെൽക്കം ടു മേരി മാമാമിയ. ഞങ്ങൾ സെൻറ് തോമസ് കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസ് ആണ്. ആൻഡ് ഞങ്ങൾ ഇന്ന് ക്രിസ്മസിന് വേണ്ടി ഒരു വെസ്റ്റേൺ തീമാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ നെയിം വരെ ഇറ്റാലിയൻ ആണ് വരുന്നത്. സോ ഞങ്ങൾ ഇന്ന് സെർവ് ചെയ്യുന്ന ഡിഷസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ് ആണ്. ക്രിസ്മസിന് ഏറ്റവും ട്രഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന കാര്യമാണ് ഹോട്ട് ചോക്ലേറ്റ് ആൻഡ് മാർഷ്മെലോസ്. സോ അതുണ്ട്. ദെൻ സ്ട്രോബെറി ആൻഡ് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ട്, റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ട്, ദെൻ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള വൈൻസ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ഞങ്ങൾക്ക് എഗ് സാൻഡ്വിച്ച് ഉണ്ട്, പിന്നെ റാപ്സ് ഉണ്ട്, അത് വെജിറ്റബിൾ, നോൺ വെജ് ആൻഡ് എഗ് റാപ്പ് ഒക്കെ വരുന്നുണ്ട്. ദെൻ ഫ്രൂട്ട് സാലഡ്സ് ഡെസേർട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. യെസ്, അപ്പം നെക്സ്റ്റ് സ്റ്റോളിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്? സോഷ്യൽ വർക്ക്. ഓക്കെ, അപ്പോൾ ഇതിനെന്താണ് നിങ്ങൾ പേരിട്ടിരിക്കുന്നത്? റോമനി, സാന്റാസ് വില്ലേജ് എന്നാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇവിടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള സാധനങ്ങളാണ് ഇവർ വെച്ചിരിക്കുന്നത്. എന്താണത്? ബൺമസ്ക ആൻഡ് ഇറാനി ചായ. ഇറാനി, ഇതൊക്കെ ആരാണ് മേക്ക് ചെയ്യുന്നത്? നമ്മൾ സ്റ്റുഡൻസ് തന്നെയാണ് ഫുള്ളി മേക്ക് ചെയ്തേക്കുന്നത്. എന്താണ് വേറെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത്? ഇത് സ്റ്റൂവും പനീർ, പിന്നെ പൈനാപ്പിൾ പുഡിംഗ്, വട്ടയപ്പം, പ്ലം കേക്ക് എല്ലാം ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ഉണ്ടാക്കി. അപ്പോൾ ബെസ്റ്റ് സെല്ല് സാധനങ്ങളാണ് ഇവർ കൊടുക്കുന്നത്. കൂടാതെ അകത്ത് വേറെ വന്നിരുന്ന് കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റി കൂടെ ഇവർ ഒരുക്കിയിട്ടുണ്ട്, ഇല്ലേ? ഓക്കെ, എനിവേ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ രണ്ടല്ല, ആറാമത്തെ ലാസ്റ്റ് സ്റ്റോളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏത് ഡിപ്പാർട്ട്മെൻ്റാണ്? ഓക്കെ, നിങ്ങളെ ഈ സ്റ്റോളിൻ്റെ പേരെന്താണ്? സ്നോ സ്റ്റോൾ. അടിപൊളി പേരാണ്. എന്താണ് നിങ്ങളുടെ സ്പെഷ്യലൊക്കെ പറയൂ. ഞങ്ങളുടെ സ്റ്റോളിൽ ബ്രൗണീസ് ഉണ്ട്, അപ്പം ബീഫുണ്ട്. അപ്പം ഞങ്ങളുടെ മെയിൻ വെറൈറ്റി എന്ന് പറഞ്ഞത് ഒരു ലൈവായിട്ട് ഞങ്ങൾ അപ്പം ചുട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ബീഫുണ്ട്, കപ്പ ബീഫുണ്ട്, പിന്നെ വാട്ടർ മെലോൺ ഉണ്ട്, പിന്നെ ഐസ്ക്രീം ഉണ്ട്. അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഫുഡാണ് ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഇവർ വളരെ ലൈവായിട്ട് 1 മണിക്കൂർ മുമ്പ് ചുട്ട അപ്പം വരെ അവർ തരും. ഇല്ല, അങ്ങനെയാണോ? 1 മണിക്കൂർ മുമ്പ് ചുട്ട് വെച്ചപ്പോടോ? ഓക്കെ, എനിവേ ഓൾ ദി വെരി ബെസ്റ്റ്. സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ആമിന ആൻഡ് ടീം അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു സിനിമാറ്റിക് ഡാൻസ് നമുക്ക് കാണാം. മച്ചത്തം മുറച്ച അച്ചത്ത കുറച്ച ഇച്ചത്തം മറ
కావాలి రా 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 నువ్వు కావాలయ్యా నువ్వు కావాలి రా 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 இறங்கி வந்தாச்சு கடலை கொந்தளிக்கும் சுனாமியே உண்டாச்சு மணிக்கா வெளுச்சி எதிர்ப்பா எனர்ஜி தலைய சுத்த வைக்கும் சுறாவலி பொண்ணாச்சு பட்டுன்னு பார்த்தாலே பல்சு தும்பாடி கொட்டுபா மீனெல்லாம் கூத்தாடுமே இரவ கலராக்கும் ஜிலேபி லேடி சால்ட்டும் நான் தொட்டா ஸ்வீட் ஆகுமே பத்திக்கப்பா ஒதட்டோரம் தித்திக்கப்பா இருக்காத ஒத்தையில ஒத்தையில ஒரு வாட்டி சந்திக்கப்பா மாயங்காட்டி கந்திக்கப்பா தயங்காத வெத்தையில வெத்தையில சாபும் நேரத்தில் ஒலிம்பி அழுவாத பூஜா ஆட்டத்தில் இன்னும் சொன்னானா தொல்ல வறுமை கோலத்தில் நேர்மை பார்க்காத இளமை காலத்தில் டீசன்சி நல்லா இல்ல இல்லப்பா செவப்பா தஞ்சாவூர் காரி மனசரெண்டாக்கி வரவாக்கில்ல இரும்ப கரும்பாக்கும் பப்பாலிலாரி பாஷா கைப்பட்டு கொண்டமல்ல BBA ഡിപ്പാർട്ട്മെൻറ്റിലെ അനുശ്രീ ആൻഡ് ടീം അവതരിപ്പിക്കുന്ന മറ്റൊരു സിനിമാറ്റിക് ഡാൻസ്. நீ எங்க வச்ச ராசா 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 லேசா 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 ஆகுது லேசா ஏ ராசா 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 மன்மத ராசா லேசா 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 ஆகுது லேசா பன்னாரஸ் பட்டு கட்டி அல்லிப்பூ கொண்ட வச்சு சிங்க பூசி மாட்டிய மனச கருத்தா love it machana na raise a belly and dance me a tana na bring musical and show me a love and na 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 tane 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 na na கரிகால காலம் போல கருத்திருக்குது குழலி குழலில்ல தாஜ்மஹல் நிழலு செவலோட கொண்ட போல செவந்திருக்குது உதடி உதடல்ல வந்துருச்ச தகடு பருத்தி பூவ போல பதியுதுவோம் பாதம் பதமில்ல பச்சரிசி சாதம் பழம்புரி சங்க போல பழுக்குதுவோம் கழுத்து അപ്പോൾ വളരെ സ്നേഹത്തോടെയുള്ള കേക്ക് തീറ്റി മത്സരമാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് അതായത് ഒരാൾ അടുത്ത് നിൽക്കുന്ന ആൾക്ക് കേക്ക് വായിൽ വെച്ച് കൊടുക്കും. ഏറ്റവും ആദ്യം ആരാണോ കേക്ക് തിന്ന് തീരുന്നത് അവരായിരിക്കും വിന്നർ. ഫൗള് കളിക്കരുത്. ഒന്ന് പരിചയപ്പെടാം. പേരെന്താണ്? ജെറിൻ. അപർണ, ജിതിൻ, ഏഞ്ചൽ, ജുവാൻ. തീർത്ത. അപ്പോൾ ഓക്കെ, റെഡിയല്ലേ എല്ലാവരും?
ഇതിനിടയ്ക്ക് വെള്ളം കുടിക്കണമെങ്കിൽ കുടിക്കാം. ഓക്കെ അല്ലേ? റെഡി, 1 2 3 ഗോ. മനുഷ്യന് തന്നെയല്ലേ കൊടുക്കുന്നത്. ഇത് വെള്ളം കുടി മത്സരമല്ല, കേക്ക് തീറ്റി മത്സരമാണ്. വെള്ളം കുടി മത്സരമല്ല, കേക്ക് തീറ്റി മത്സരമാണ്. അയ്യോ, അമ്മ ചോറ് വാരി കൊടുക്കുന്നതാണ് കൊണ്ട് കേട്ടോ, അങ്ങേയറ്റം. തറയെ പോരുത്. ഒയ്യോ, ഒരു കേക്കിന്റെ ഒക്കെ വലിപ്പം കണ്ടാ കൊടുക്കുന്ന. ഇവൻ മിക്കവാറും മയ്യത്താവും കേട്ടാ. പെട്ടെന്നാവട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് അടുത്ത ആൾക്ക് കൊടുക്കാം. ഇത്രയും നേരം കഴിച്ചുകൊണ്ടിരുന്ന ആൾ അടുത്ത ആൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. എത്രയും പെട്ടെന്ന് കേക്ക് തീരുക എന്നുള്ളതാണ്. കരയുന്നതാ കുട്ടി. എത്ര ആത്മാർത്ഥമായിട്ട് അവിടെ കേക്ക് കിട്ടിപ്പിക്കുന്നു നോക്കിയത്. അവിടെ മൂക്കി കൂടെ ഒക്കെ വെച്ചു കൊടുക്കുന്നത്. ഇവിടെ തീരാറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏകദേശം തീരാറായിട്ടുണ്ട്. പെട്ടെന്നാവട്ടെ. ഇവിടെ തീരാറായി. ഇവിടെ ഏകദേശം ഇനി 2 കിലോ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോവുകയാണ്. 10 9 8 7 6 5 4 3 2 1 ക്ലോസ്. ഒരാളെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. ഇവിടെ ഉള്ള ഒരു സ്റ്റുഡൻറ്റിനെ തന്നെ വരും. എന്താണ് മോളുടെ പേര്? അക്ഷര. ഏത് പഠിക്കുന്നത്? BSc സൈക്കോളജി. ഓക്കെ. അപ്പം ഇത് വാല്യുവേറ്റ് ചെയ്യണം. ഏറ്റവും കൂടുതൽ കഴിച്ചു തീർന്ന ആരാണെന്ന് നോക്കിയിട്ട് പറയൂ. ഇവിടെ വരും. ഇവിടെ ഇതല്ലേ? ഇത് സെക്കൻഡ് ഏതാണ്? ഇത് ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഏതാണ്? ഓക്കെ. ഫസ്റ്റ് പേര് പറ. ജെറിൻ ബിജു അപർണയാണ് ഏറ്റവും കൂടുതൽ കഴിച്ചു തീർത്തത്. സെക്കൻഡ് ആരാണെന്ന് പറയും? ജിതിൻ രാജ്, ഏഞ്ചൽ ബിനു. അവർക്കാണ് സെക്കൻഡ്. ജെറിനും അപർണയുമാണ് വിന്നർ. അവർക്ക് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ വക ഒരു ഗിഫ്റ്റ് നമ്മുടെ ഗസ്റ്റ് കൊടുക്കുന്നതാണ്. ഒയാസ്കോ ഫ്രൈഡ് ചിക്കൻ നൽകുന്ന ഒരു ഗിഫ്റ്റാണ് നമ്മളെ സെക്കൻഡ് ടീമിന് കൊടുക്കുന്നത്. സെക്കൻഡ് പ്രൈസ് നേടിയ ടീമിന് മേടിച്ചോ, രണ്ടുപേരും മേടിച്ചോ. തേർഡ് പ്രൈസ് പയ്യന്നൂർ പെരുമ പൊതുവാൾ ഫുഡ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. രണ്ടുപേരും കൂടെ മേടിക്കും. അപ്പം പങ്കെടുത്തവർക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വന്ന കുട്ടിക്കും എല്ലാം താങ്ക് യു. വൺസ് അഗെയിൻ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.